നമ്മുടെ വീട്ടിലൊരു വിശേഷ ദിവസം വന്നാൽ നമ്മൾ ആദ്യം ആരെയാണ് വിളിക്കുന്നത്? നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കും, ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കും, നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ വിളിക്കും അല്ലേ? അതുപോലെ അവരുടെ വീട്ടിലൊരു ആഘോഷം വന്നാൽ നമ്മളെ വിളിക്കും അല്ലേ? നമ്മൾ അവർക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കത്തില്ലേ? അതുപോലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആഘോഷം വരുമ്പം അവർ നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് തരുമല്ലോ തിരിച്ച്. അപ്പം കടം തീർന്നേ. അപ്പം അതിനുള്ള പ്രതിഫലം നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. എന്നാൽ തിരിച്ച് ഗിഫ്റ്റ് തരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. നമ്മൾ വഴിയിലോട്ട് ഇറങ്ങി നടക്കുമ്പം വഴി കൈ നീട്ടി നിൽക്കുന്ന ചില ആൾക്കാരില്ലേ, എന്തെങ്കിലും ഭക്ഷണത്തിനോ അല്ലെങ്കിൽ പൈസയ്ക്കോ ഒക്കെ വേണ്ടി. അതുപോലെ അനാഥാലയങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ടല്ലേ, അവരെ കല്യാണത്തിന് വിളിക്കാനൊന്നല്ല, അവരെ കാണാൻ പോകാൻ പോലും ആരും ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആരാ ഗിഫ്റ്റ് കൊടുക്കുക? നമ്മളല്ലേ ഉള്ളൂ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ. അപ്പം നമ്മുടെ വീട്ടിലൊരു ആഘോഷം നടക്കുമ്പം അങ്ങനെയുള്ളവർക്ക് ഒരു നേരത്തെ ഫുഡോ, അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണോ അന്നത്തെ ഫുഡ്, ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, അത് അവർക്കും കൂടെ കൊടുക്കാൻ പറ്റിയാലോ? അതൊരു സന്തോഷമല്ലേ? അപ്പം അവർക്ക് തിരിച്ച് നമുക്ക് ഗിഫ്റ്റ് ഒന്നും തരാൻ പറ്റില്ല അല്ലേ? പക്ഷെ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടുക? അതിനുള്ള പ്രതിഫലം നമുക്ക് ദൈവം തരുമെന്നേ.